നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ തൊഴിലില്ലായ്മ രൂക്ഷം. തൊഴിലില്ലായ്മ നിരക്ക് 5 വർഷത്തിനിടെ ഉയർന്ന നിരക്കിലേക്ക്. ഒക്ടോബർ വരെ 3 മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നത് 5.1%. ലേബർ സർക്കാരിന് വൻ തിരിച്ചടി. യുകെയിൽ റെസിഡന്റ് ഡോക്ടർമാർ 5 ദിവസത്തെ പണിമുടക്കിന് തുടക്കം കുറിച്ചു. സർക്കാരിന്റെ അഭ്യർത്ഥനകൾ തള്ളിയ ഡോക്ടർമാരുടെ പണിമുടക്കിൽ കടുത്ത സമ്മർദ്ദത്തിലായി NHS. 60,000-ഓളം ഓപ്പറേഷനുകളും അപ്പോയിന്റ്മെന്റുകളും ഈ ആഴ്ച മുടങ്ങും. UK മലയാളികൾക്ക് നല്ല കാലം. ബ്രിട്ടീഷ് പൗണ്ടിന് ഇന്ത്യൻ കറൻസി രൂപയ്ക്കെതിരെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത വിധം കുതിച്ചുചാട്ടം. പൗണ്ടിന് 121 രൂപ എന്ന സർവകാല റെക്കോർഡ് നേട്ടം. നാട്ടിലേക്ക് പണമയക്കാൻ തിരക്ക് കൂട്ടി UK മലയാളികൾ. പൗണ്ടിന്റെ കുതിപ്പിന് സഹായകമായത് ബ്രിട്ടനിലെ സാമ്പത്തിക മികവിനേക്കാൾ അന്താരാഷ്ട്ര ഘടകങ്ങൾ. ബ്രിട്ടനിൽ വീട് വിലയിൽ 4% വരെ വർധനവുണ്ടാകും. വേതന വർധന തുടർന്ന് മോർട്ട്ഗേജ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. മോർട്ട്ഗേജ് പ്രക്രിയയിൽ വരുത്തുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ 2026 മാർച്ചിൽ ആരംഭിക്കും. ആദ്യ വീട് വാങ്ങുന്നതിനായി എടുത്ത ശരാശരി മോർട്ട്ഗേജ് 2,10,800 പൗണ്ട്. യുകെയിൽ നെറ്റ് മൈഗ്രേഷൻ ലേബർ പാർട്ടിക്ക് തലവേദനയാകുന്നു. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുമെന്ന ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം പാഴ്വാക്കായി. നിലവിൽ നെറ്റ് മൈഗ്രേഷൻ 3 ലക്ഷമായി ഉയർന്നു. കുടിയേറ്റം വർദ്ധിക്കുമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സൺ പ്രൊഫസർ ബ്രിയാൻ ബെൽ. US സൈനികർക്ക് പ്രത്യേക ലാഭവിഹിതം പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓരോ സൈനികനും $1,776 വീതം നൽകും. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രത്യേക ലാഭവിഹിതം ലഭിക്കുന്നത് 14.5 ലക്ഷത്തിലേറെ സൈനികർക്ക്. പാകിസ്ഥാനോട് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള സമ്മർദ്ദം കൂടുതൽ മുറുക്കി ഡൊണാൾഡ് ട്രംപ്. സൈന്യത്തെ അയച്ചാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രതിഷേധം. VBG റാംജി പദ്ധതിയിൽ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് ലോക്സഭ പാസാക്കാനിരിക്കെ VBG റാംജി ബില്ലും ആണവോർജ ബില്ലും പാർലമെന്റ് സ്ഥിരം സമിതിക്കോ JPCക്കോ അയക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി. മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിഖാബ് വലിച്ചു താഴ്ത്തിയ മുസ്ലിം വനിതാ ഡോക്ടർ നുസ്രത്ത് പർവീൺ ജോലി ഉപേക്ഷിക്കുന്നു. ജോലിക്ക് ചേരാത്തത് അപമാന ഭാരം കാരണം. മനോനില തകരാറിലായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുതെന്ന് പ്രതിപക്ഷം. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. തോമസ് ഐസക്കിനും KM എബ്രഹാമിനും അയച്ച നോട്ടീസുകൾക്കും സ്റ്റേ. ED നടപടി നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. യുകെയിൽ തൊഴിലില്ലായ്മ നിരക്ക് 5 വർഷത്തിനിടെ ഉയർന്ന നിരക്കിലേക്ക് എത്തിയെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ തൊഴിലില്ലായ്മ ഉയർന്ന സാഹചര്യത്തിൽ പേരുദോഷത്തിലായിരിക്കുകയാണ് ലേബർ സർക്കാർ. ഒക്ടോബർ വരെ 3 മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് 5.1%-ലേക്കാണ് ഉയർന്നത്. തൊഴിൽ വിപണി കൂടുതൽ ദുർബലമാകുന്നുവെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. യുകെയിൽ തൊഴിലില്ലായ്മ നിരക്ക് 5 വർഷത്തിനിടെ ഉയർന്ന നിരക്കിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടുകൾ 2021 ഉയർന്ന നിരക്കിന് ശേഷമുള്ള കണക്കുകളാണെങ്കിലും മഹാമാരി ആ ഘട്ടത്തിൽ ആഘാതം സൃഷ്ടിച്ചിരുന്നു എന്നതുകൂടി തൊഴിലില്ലായ്മ ഉയരാൻ അന്ന് കാരണമായി. ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ 2016 ആദ്യ പാദത്തിനു ശേഷമുള്ള ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇക്കുറി രേഖപ്പെടുത്തിയത്. ഒക്ടോബർ വരെ 3 മാസങ്ങളിൽ 18 മുതൽ 24 വരെ പ്രായത്തിലുള്ള 85,000 പേർ കൂടി തൊഴിലില്ലാത്തവരായി പട്ടികയിൽപ്പെട്ടു. എന്നാൽ ഇതിന് മറുവശമെന്ന നിലയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തൊഴിലില്ലായ്മയും വരുമാന വളർച്ചയും പരിശോധിച്ച് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടേക്കും. വ്യാഴാഴ്ചയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേരുന്നത്. അതേസമയം ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റ് നയങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സ് അലക്സ് ഹാൻജൻ പ്രതികരിച്ചു. എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ, എംപ്ലോയ്മെന്റ് നാഷണൽ ഇൻഷുറൻസ് വർധന, പണപ്പെരുപ്പത്തിന് മുകളിലുള്ള നാഷണൽ ലിവിംഗ് വേജ് വർധന എന്നിവയെല്ലാം ചേർന്നുള്ള ഇഫക്റ്റാണ് തൊഴിലില്ലായ്മയിൽ പ്രതിഫലിക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്മസിലേക്കുള്ള ഒരുക്കത്തിൽ ജോലി നഷ്ടമാകുന്നത് ക്രൂരതയാണ് എന്ന് ഷാഡോ വെൽഫെയർ സെക്രട്ടറി ഹെലൻ വാറ്റ്ലി പറഞ്ഞു. ലേബറിന്റെ വളർച്ചയെ തകർക്കുന്ന നയങ്ങൾക്ക് നന്ദി, പക്ഷേ ഈ ക്രിസ്മസിന് പലർക്കും ഇത് ദുഃഖകരമായ അനുഭവമായി ഫലിക്കുമെന്ന് വാറ്റ്ലി വ്യക്തമാക്കി. യുകെയിൽ സർക്കാരിന്റെ അഭ്യർത്ഥനകൾ തള്ളി റെസിഡന്റ് ഡോക്ടർമാർ 5 ദിവസത്തെ പണിമുടക്കിന് തുടക്കം കുറിച്ചു. റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്ക് തുടരാൻ തീരുമാനിക്കുന്നത് NHSനെ കനത്ത സമ്മർദ്ദത്തിലാക്കുമെന്ന് യുകെയിൽ ആശങ്ക പടരുകയാണ്. ചുരുങ്ങിയത് 60,000 ഓപ്പറേഷനുകളും അപ്പോയിന്റ്മെന്റുകളും ഈ ആഴ്ച റദ്ദാക്കാനിടയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് ഇക്കുറി കൂടുതൽ രോഗികളെ ബാധിക്കാനിടയുണ്ടെന്ന് ആരോഗ്യ മേധാവികൾ മുന്നറിയിപ്പ് നൽകി. റെക്കോർഡ് തോതിൽ സൂപ്പർ ഫ്ലൂ പകർന്നു പിടിക്കുന്നതും ക്രിസ്മസ് ജീവനക്കാരുടെ ഹോളിഡേ ഒരുമിച്ച് വരുന്ന ഘട്ടത്തിലാണ് സമരങ്ങൾ എന്നതാണ് കൂടുതൽ കാര്യങ്ങൾ രൂക്ഷമാക്കുന്നത്.
ഇതോടെ ക്രിസ്മസും ന്യൂ ഇയറും NHSലെ മറ്റുള്ള ജീവനക്കാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള സീസണായി മാറും. രോഗികളെ സംബന്ധിച്ചാകട്ടെ ചികിത്സ എപ്പോൾ കിട്ടുമെന്നൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയുമാകും. വരും ദിവസങ്ങളിൽ രോഗം പിടിപെട്ട ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികളുടെ ഡിസ്ചാർജും കാലതാമസം നേരിടും. ആഘോഷ സമയത്ത് വീടുകളിൽ മടങ്ങിയെത്താൻ കഴിയുമെന്നും ഉറപ്പില്ല. NHSന് സാധിക്കാവുന്ന ഏറ്റവും വലിയ വിനാശം സമ്മാനിക്കാനാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സമരത്തിന് ഈ സമയം തിരഞ്ഞെടുത്തതെന്ന് ഹെൽത്ത് മന്ത്രി സ്റ്റീഫൻ കിനോക്ക് കുറ്റപ്പെടുത്തി. പ്രായമായവരെ ഈ അവസ്ഥ സാരമായി ബാധിക്കുമെന്ന് AGUK ചാരിറ്റി ഡയറക്ടർ കരോളി അബ്രഹാംസും പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 7 മുതൽ തിങ്കളാഴ്ച രാവിലെ 7 വരെയാണ് ആയിരക്കണക്കിന് റെസിഡന്റ് ഡോക്ടർമാരുടെ സമരം. 26% ശമ്പള വർധനവാണ് ഇവരുടെ ആവശ്യം. അധ്വാനിക്കുന്ന നഴ്സുമാർ 5%-നടുത്ത് മാത്രം വർധനയാണ് ലഭ്യമായത്. സമരം ഒഴിവാക്കാനായി ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന് പുതിയ ഓഫർ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ ഓഫർ അംഗങ്ങളുടെ അഭിപ്രായത്തിനായി സമർപ്പിച്ചപ്പോൾ 83% പേരും ഇത് തള്ളാനാണ് വോട്ട് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. സ്പെഷ്യലിസ്റ്റ് ട്രെയിനിംഗ് പോസ്റ്റുകൾ വിപുലീകരിക്കാനും എക്സാം ഫീസ് പോലെ പോക്കറ്റിൽ നിന്നും ചെലവാകുന്ന തുക കവർ ചെയ്യുമെന്നുമാണ് ട്രീറ്റിംഗ് ഓഫർ ചെയ്തത്. വിന്റർ സമ്മർദ്ദത്തിനൊപ്പം പ്രതീക്ഷിച്ചതിലും നേരത്തെ ഫ്ലൂ സീസൺ കൊണ്ടുപിടിച്ചതും ചേർന്നാണ് NHSൽ ദുരിതം സമ്മാനിക്കുന്നത്. ഈ ഘട്ടത്തിൽ നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിച്ച രോഗികളെ അപകടത്തിലാക്കുന്ന ഡോക്ടർമാരുടെ പ്രഖ്യാപനങ്ങളെ ട്രീറ്റിംഗ് അപലപിച്ചു. അപകടം പിടിച്ച സമയത്ത് ക്രിസ്മസ് പണിമുടക്ക് നടത്തി NHSന് ആഘാതം നൽകാനാണ് BMA തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരിയിലേക്ക് ഇത് മാറ്റിവെക്കാൻ പോലും ഇവർ തയ്യാറായില്ല. രോഗികളുടെ സുരക്ഷയോ മറ്റ് NHS ജീവനക്കാരുടെ അവസ്ഥയോ BMAക്ക് പ്രശ്നമല്ല എന്നും ട്രീറ്റിംഗ് കുറ്റപ്പെടുത്തി. ബ്രിട്ടീഷ് നാണയം പൗണ്ടിന് ഇന്ത്യൻ കറൻസി രൂപയ്ക്കെതിരെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത വിധം നേട്ടം കൊയ്യുകയാണ്. ഡോളർ രൂപയ്ക്ക് മേൽ നേടിയ മേൽക്കൈ പൗണ്ടിനും തുണയായി മാറുകയായിരുന്നു എന്ന് വ്യക്തം. രൂപ ഡോളറിനെതിരെ 91 എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് പൗണ്ടിന് 121 എന്ന സർവകാല റെക്കോർഡ് നേട്ടം നേടാനായത്. കഴിഞ്ഞ ഏതാനും വർഷമായി പൗണ്ടിനെ മികച്ച നേട്ടമാണ് രൂപയ്ക്കെതിരെ നിലനിൽക്കുന്നത്. ബ്രിട്ടനിലെ സാമ്പത്തിക മികവിനേക്കാൾ അന്താരാഷ്ട്ര ഘടകങ്ങളാണ് ഈ മേൽക്കൈ നേടാൻ പൗണ്ടിന് സഹായകമായി മാറിയത്. പ്രത്യേകിച്ചും ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ തീരുവ പരിഷ്കരണം ഇന്ത്യൻ കയറ്റുമതി എന്ന വലിയ തോതിൽ സ്വാധീനിച്ചതും സ്വർണം വലിയ തോതിൽ നിക്ഷേപമാക്കി ഇറക്കുമതി നടന്നതുമൊക്കെ ഇന്ത്യയിൽ രൂപയുടെ മൂല്യം ഇടിച്ച ഘടകങ്ങളാണ്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ചിലവേറിയതായതോടെ കൂടുതൽ രൂപ ആ ഇനത്തിൽ നഷ്ടമാകുന്നതും പ്രധാന കാരണങ്ങളിലൊന്നാണ്. പലപ്പോഴും ഓഹരി വിപണികൾ സ്ഥിരത കാട്ടാതെ പോയതോടെയാണ് ആഗോള വ്യാപകമായി സ്വർണം നിക്ഷേപമാക്കാനുള്ള ട്രെൻഡ് രൂപപ്പെട്ടതും അതിന്റെ നേട്ടം ഡോളറിന് ലഭ്യമായത്. പൗണ്ടിന് മൂല്യം ഉയർന്നത് UK മലയാളികൾക്കും നേരിട്ട് ഗുണമായി മാറുകയാണ്. ക്രിസ്മസ് പുതുവത്സര സമയമായതിനാൽ പ്രിയപ്പെട്ടവർക്ക് നാട്ടിലേക്ക് ചെറിയ തുക അയച്ചാൽ പോലും അതിൽ കയ്യിൽ കിട്ടുമ്പോൾ മൂല്യവർധന സംഭവിച്ചതോടെ വലിയ തുകയായി മാറുന്ന സാഹചര്യത്തിൽ കൂടുതൽ UK മലയാളികൾ പണം അയക്കാൻ താല്പര്യം കാട്ടുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ചും പുതുതലമുറ മലയാളികൾക്ക് നാട്ടിൽ പണം അയക്കേണ്ടത് ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ രൂപയ്ക്കുണ്ടായ ഇടിവ് ഓരോ പ്രവാസിയും നേട്ടമാക്കി മാറ്റുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. അതിനിടെ UK ജനത ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന ആഘോഷവേള കൂടിയാണ് ക്രിസ്മസ് കാലം എന്നതിനാൽ ഇപ്പോൾ ഉണ്ടായ പണപ്പെരുപ്പത്തിലെ കുറവും ഏവർക്കും വലിയ തോതിൽ ആശ്വാസമായി മാറുകയാണ്. ഒക്ടോബറിൽ പോലും 4% തൊടാൻ ആഗ്രഹിച്ചു നിന്ന പണപ്പെരുപ്പമാണ് ഇപ്പോൾ വേഗത കുറഞ്ഞ് 3.2% എന്ന ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതോടെ ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ധൈര്യമായി പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനവും എടുക്കാനാകുമെന്ന പ്രതീക്ഷ ശക്തമാണ്. നിലവിൽ 4% നിൽക്കുന്ന പലിശ നിരക്ക് 3.25% മാറിയാൽ പോലും വലിയ ആശ്വാസമായി മാറും. വീടിന്റെ മോർട്ട്ഗേജ് അടയ്ക്കാനുള്ള ഭൂരിഭാഗം പേർക്കും എന്നതിനാലാണ് ക്രിസ്മസ് സമ്മാനം എന്ന നിലയിൽ ബാങ്കിന്റെ തീരുമാനമുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കും UKയിൽ വിലക്കുറവുണ്ടായതാണ് നാണയപ്പെരുപ്പ കുതിപ്പിനെ തടഞ്ഞതെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. സ്ത്രീകളുടെ വസ്ത്ര വിപണിയിലാണ് കൂടുതൽ വിലക്കുറവ് പ്രകടമായത് എന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ മാസം അവതരിപ്പിക്കപ്പെട്ട ബജറ്റിന്റെ പേരിൽ രൂക്ഷ വിമർശനം നേരിട്ട സർക്കാരിന് തെല്ലൊരാശ്വാസമായി മാറുകയാണ് പുതിയ കണക്കുകൾ. അടുത്ത വർഷം ബ്രിട്ടനിലെ വീട് വിലയിൽ 4% വരെ വർധന ഉണ്ടാകുമെന്നാണ് നേഷൻ വൈഡ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കുറച്ചേറെ ബുദ്ധിമുട്ടേണ്ടതായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. വിലയിൽ 2 മുതൽ 4% വരെ വർധന ഉണ്ടാകുമെന്നാണ് നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റിയിലെ ചീഫ് ഇക്കോണമിസ്റ്റ് ആയ റോബർട്ട് ഗാർഡനർ പറയുന്നത്. അതിനു പുറമെ രാജ്യത്തെ വീട് വിലയിൽ തെക്കൻ മേഖലയും വടക്കൻ മേഖലയും തമ്മിലുള്ള അന്തരം ഈ വർഷം കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
അതേസമയം വീട് വിലയിൽ അടുത്ത വർഷം 1 മുതൽ 3% വരെ വർധനവുണ്ടാകുമെന്നാണ് മറ്റൊരു വായ്പാദാതാവായ ഹാലിഫാക്സ് പ്രവചിക്കുന്നത്. വേതന വർധനവിനെ തുടർന്ന് ആദ്യ വീട് വാങ്ങാനായി മോർട്ട്ഗേജ് എടുക്കുന്നവരുടെ എണ്ണം കാര്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. അതേസമയം മോർട്ട്ഗേജ് വിപണിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കൺസൾട്ടേഷൻ നടത്തുമെന്ന് ഫിനാൻസ് കണ്ടക്ട് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട്. മോർട്ട്ഗേജ് പ്രക്രിയ കൂടുതൽ ലളിതവൽക്കരിക്കുന്നതിനുള്ള നടപടികളാണ് കൈക്കൊള്ളുക. ആദ്യ വീട് വാങ്ങുന്നവർ എടുക്കുന്ന മോർട്ട്ഗേജ് തുകയിലും വർധനവുണ്ട് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് ആദ്യ വീട് വാങ്ങുന്നതിനായി എടുത്ത ശരാശരി മോർട്ട്ഗേജ് 2,10,800 പൗണ്ടാണ്. ഇത് റെക്കോർഡ് വർധനമാണെന്നാണ് പ്രോപ്പർട്ടി ഏജന്റായ സാവിൽസ് പറയുന്നത്. സെപ്റ്റംബറിൽ അവസാനിച്ച് 12 മാസ കാലയളവിൽ ഗൃഹവിപണിയിൽ ചെലവഴിച്ച തുകയിൽ 20% ചെലവഴിച്ചത് ആദ്യ വീട് വാങ്ങുന്നവരാണെന്നും അവർ പറയുന്നു. 2007 ശേഷമുള്ള ഏറ്റവും കൂടിയ നിരക്കാണിത്. അതേസമയം ലണ്ടൻ പോലുള്ള ചിലയിടങ്ങളിൽ മൊത്തം വിപണിയുടെയും പകുതിയിലേറെ കൈയടക്കിയത് ആദ്യ വീട് വാങ്ങുന്നവരായിരുന്നു എന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ഹാംഡൻസിന്റെ വിശകലന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. അതിനിടെ മോർട്ട്ഗേജ് പ്രക്രിയയിൽ വരുത്തുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ 2026 മാർച്ചിൽ ആരംഭിക്കുമെന്നാണ് FCA വ്യക്തമാക്കിയിരിക്കുന്നത്. വീടുകൾ വാങ്ങുന്നവർക്ക് മോർട്ട്ഗേജ് എളുപ്പത്തിൽ ലഭിക്കുന്നതിനും അതിനുള്ള പ്രക്രിയകൾ കൂടുതൽ ലളിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള മാറ്റങ്ങളാകും വരുത്തുക. വരുമാനത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്ര തുക വായ്പയായി എടുക്കാം എന്ന പരിധി സംബന്ധിച്ചായിരിക്കും ഒരു മാറ്റം വരിക. നിലവിൽ വരുമാനത്തിന്റെ 4.5 ഇരട്ടി വരെയാണ് ഒരാൾക്ക് വായ്പ എടുക്കാൻ കഴിയുക. അതോടൊപ്പം പലിശ ഉയരുന്ന സാഹചര്യത്തിലും വായ്പ തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനുള്ള നടപടികളും ഉണ്ടാകും. UK-യിൽ വെളുത്ത മഞ്ഞു പുതച്ച ക്രിസ്തുമസ് പ്രഭാതം കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഇത്തവണ സങ്കടപ്പെടേണ്ടതായി വരും. ക്രിസ്തുമസ് ദിനത്തിൽ മഞ്ഞുവീഴ്ചയ്ക്ക് വളരെ കുറവ് സാധ്യത മാത്രമേയുള്ളൂ എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. UK-യുടെ അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടുന്ന ഉന്നതമർദ്ദം ഡിസംബർ 25 ആകുമ്പോഴേക്കും വരണ്ടതും സ്ഥിരതയുള്ളതുമായ കാലാവസ്ഥയ്ക്ക് കാരണമാകുമെന്നാണ് മെറ്റ് ഓഫീസ് പറയുന്നത്. താപനില വർഷത്തിലെ ഈ കാലയളവിലെ ശരാശരി താപനിലയിൽ തുടരും. രാത്രികാലങ്ങളിൽ ഇടയ്ക്ക് മഞ്ഞുവീഴ്ചയും മൂടൽമഞ്ഞും ഉണ്ടാകാമെങ്കിലും അത്ര തണുപ്പേറിയ ദിനങ്ങളല്ല ഇനി വരുന്നതെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന പ്രവചനവുമില്ല. അന്തരീക്ഷത്തിൽ ഉന്നതമർദ്ദം രൂപപ്പെടുന്നതിനാൽ ഐറിഷ് സമുദ്രത്തിനുമേൽ ഒരു പ്രതിചക്രവാതം രൂപം കൊണ്ടേക്കും. ഇത് വടക്കൻ കാറ്റുകളെ ആകർഷിക്കുമെന്നതിനാൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയില്ല എന്നാണ് മെറ്റ് ഓഫീസിലെ വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇതുവരെയും ക്രിസ്തുമസ് കാലത്തേക്കുള്ള സമ്പൂർണ്ണ കാലാവസ്ഥാ പ്രവചനം മെറ്റ് ഓഫീസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. ലണ്ടനിലെയും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെയും കൗൺസിലുകൾക്കുള്ള ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുന്നതായ ആക്ഷേപം ഉയരുന്നു. ലേബർ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിക്കാനായി മന്ത്രിമാർ സംവിധാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പുതിയ ധനസഹായ ഫോർമുല അനുസരിച്ച് ഏറെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലേക്കായിരിക്കും ഏറ്റവും അധികം ഫണ്ട് തിരിച്ചുവിടുക. ഇത് സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക നിലവാരം പുലർത്തുന്ന കൗൺസിലുകളെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും കുറഞ്ഞ നികുതി ചുമത്തിയിരുന്ന ലണ്ടനിലെ 5 അതോറിറ്റികൾക്ക് നികുതി വർധനയ്ക്കുള്ള 5% പരിധി അടുത്ത 2 വർഷത്തേക്ക് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതോറിറ്റികൾ കൂടുതൽ നികുതി ഈടാക്കണമെന്നാണ് ഇതുവഴി മന്ത്രിമാർ അവരോട് പരോക്ഷമായി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ശരാശരിയേക്കാൾ താഴെ നികുതി ചുമത്തുന്ന മറ്റ് അതോറിറ്റികളോടും ഈ പരിധി എടുത്തു കളയുന്നതിനുള്ള പ്രത്യേക അനുമതിക്കുള്ള അപേക്ഷ നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഇംഗ്ലണ്ടിലെ കൗൺസിലുകൾക്ക് അവശ്യ സർവീസുകൾക്കായി അടുത്ത വർഷം 78 ബില്യൺ പൗണ്ടാണ് ലഭിക്കുക. ഇതുവഴി കൗൺസിലുകളുടെ ചെലവാക്കൽ ശേഷി 2024-25 കാലഘട്ടത്തെ അപേക്ഷിച്ച് 23% വർദ്ധിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. മാലിന്യ ശേഖരണം, ഹൗസിംഗ് തുടങ്ങിയവയ്ക്കായിട്ടായിരിക്കും ഈ തുക ചെലവഴിക്കുക. ഈ വർഷത്തിന്റെ അവസാനത്തോടെ UK-യിലെ നെറ്റ് മൈഗ്രേഷൻ 3 ലക്ഷമായി ഉയർന്നേക്കാമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉപദേഷ്ടാവ് രംഗത്ത്. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രൊഫസർ ബ്രിയാൻ ബെൽ പറയുന്നത് മൊത്തത്തിലുള്ള കുടിയേറ്റം വർദ്ധിക്കാൻ ഇടയുണ്ട് എന്നാണ്. UK-യിൽ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുമെന്നായിരുന്നു ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുമ്പോൾ നെറ്റ് മൈഗ്രേഷൻ ലേബർ പാർട്ടിക്ക് വലിയൊരു തലവേദനയായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കുടിയേറ്റത്തിൽ ഈ പതിറ്റാണ്ട് അവസാനിക്കുന്നതിന് മുൻപായി ഒരു കുതിച്ചുചാട്ടത്തിന് സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ മാസം ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റിയും പ്രവചിച്ചിരുന്നു. എന്നാൽ 2025 ജൂണിൽ അവസാനിച്ച ഒരു വർഷക്കാലത്ത് നെറ്റ് മൈഗ്രേഷനിൽ 69% കുറവാണ് ഉണ്ടായിരുന്നത്. വെറും 9 ലക്ഷം പേർ മാത്രമാണ് ഇക്കാലയളവിൽ ബ്രിട്ടനിലേക്ക് കുടിയേറിയത്. തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ 4 ലക്ഷം പേർ കുറവാണിത്. അതേസമയം ബ്രിട്ടൻ വിട്ടുപോകുന്നവരുടെ എണ്ണം തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ 43,000 വർദ്ധിക്കുകയും ചെയ്തു. US സൈനികർക്ക് പ്രത്യേക ലാഭവിഹിതം പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യോദ്ധാക്കളുടെ ലാഭവിഹിതം എന്ന നിലയിൽ ഓരോ സൈനികനും $1,776 വീതം നൽകുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. സായുധ സേനയുടെ സേവനത്തിനും ത്യാഗത്തിനുമുള്ള അംഗീകാരം എന്ന നിലയിലാണ് ഈ തുക നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1776 US സ്ഥാപക വർഷം പ്രമാണിച്ച് 14.5 ലക്ഷത്തിലേറെ സൈനികർക്കാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $1776 വീതം ലഭിക്കുക. വിവിധ തീരുവകളിലൂടെ വിചാരിച്ചതിലും കൂടുതൽ പണം തങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ സൈന്യത്തെക്കാൾ മറ്റാരും ആ ലാഭവിഹിതത്തിന് അർഹരല്ല എന്നും പ്രഖ്യാപനത്തിനിടെ ട്രംപ് വ്യക്തമാക്കി. 2025 നവംബർ 30 വരെ 0 മുതൽ 6 വരെയുള്ള ശമ്പള ഗ്രേഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും സജീവ ഡ്യൂട്ടിയിലുള്ളവരായവർക്കും 2025 നവംബർ 30 വരെ 31 ദിവസമോ അതിൽ കൂടുതലോ ആക്റ്റീവ് ഡ്യൂട്ടി ഓർഡറുകളുള്ള റിസർവ് ഘടക അംഗങ്ങൾക്കുമാണ് ഒറ്റത്തവണ ഈ ലാഭവിഹിതം ലഭിക്കുക. പാകിസ്ഥാനോട് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള സമ്മർദ്ദം കൂടുതൽ മുറുക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രേരണ പാക് പ്രതിരോധ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വശത്ത് ട്രംപിനെ ചൊടിപ്പിക്കാൻ പാടില്ല, മറുവശത്ത് പാക് ജനതയെ പ്രകോപിപ്പിക്കാനും പാടില്ല എന്ന നടുക്കയത്തിലാണ് അസീം മുനീർ നിലവിലുള്ളത്. ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രതിഷേധത്തിന് കാരണമാകും. എന്നാൽ ഈ ആവശ്യം നിരാകരിക്കുന്നത് ട്രംപിനെ ചൊടിപ്പിക്കാനും കാരണമാകും. അതിനിടെ വരും ദിവസങ്ങളിൽ അസീം ട്രംപിനെ സന്ദർശിക്കാനായി US പുറപ്പെടുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ട്രംപും അസീം മുനീറും 6 മാസത്തിനിടെ നടത്തുന്ന 3ാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുകയെന്നും റിപ്പോർട്ടിലുണ്ട്. US നിക്ഷേപവും സഹായവും ലഭിക്കണമെങ്കിൽ ട്രംപിന്റെ ഈ നിർദ്ദേശം സ്വീകരിക്കുകയാണ് പാകിസ്ഥാന് മുന്നിലുള്ള വഴി. എന്നാൽ ഇത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ പിന്നോട്ട് നയിക്കുന്നത്. ട്രംപിന്റെ 20 പോയിന്റ് ഗാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനോട് സൈന്യത്തെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം. ഇസ്രയേൽ തകർത്ത ഗാസയുടെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വീണ്ടെടുപ്പിനും വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ നിരീക്ഷിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കുക ലക്ഷ്യമിട്ടുള്ള ഈ ദൗത്യത്തിൽ പല രാജ്യങ്ങൾക്കും താല്പര്യമില്ല. ഇത് ഈ രാജ്യങ്ങളെ കൂടി സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചേക്കാമെന്ന കണക്കുകൂട്ടലാണ് പിന്തിരിയലിന് കാരണമാകുന്നത്. അമേരിക്കയിൽ മോർച്ചറിയിൽ നിന്ന് ശരീരഭാഗങ്ങൾ വിറ്റതുമായി ബന്ധപ്പെട്ട് ഹാർവാർഡിലെ മുൻ മോർച്ചറി മാനേജർക്ക് 8 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ മുൻ മോർച്ചറി മാനേജർ സെഡ്രിക് ലോഡ്ജിനെയാണ് കോടതി ശിക്ഷിച്ചത്. കുറ്റകൃത്യത്തിൽ ഇയാളുടെ പങ്കാളിയായിരുന്ന ഭാര്യ ഡെനിസ് ലോഡ്ജിന് 1 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചതായി നീതിന്യായ വകുപ്പ് അറിയിച്ചു. 2018 മുതൽ 2020 മാർച്ച് വരെയുള്ള കാലയളവിലാണ് മോർച്ചറിയിൽ നിന്ന് ആന്തരികാവയവങ്ങൾ, തലച്ചോറ്, ചർമ്മം, കൈകൾ, മുഖങ്ങൾ, കീറിമുറിച്ച തലകൾ എന്നിവ ഉൾപ്പെടെ വിറ്റതെന്ന് US നീതിന്യായ വകുപ്പ് കണ്ടെത്തിയിരുന്നു. കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെ 2023 മെയ്യിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. സെഡ്രിക് ലോഡ്ജും ഭാര്യ ഡെനിസ് ലോഡ്ജും ചേർന്ന് ബോസ്റ്റണിനടുത്തുള്ള മെഡിക്കൽ സ്കൂളിൽ നിന്ന് ശരീരഭാഗങ്ങൾ മോഷ്ടിച്ച് ന്യൂഹാംപ്ഷയറിലെ ഗോവ്സ്റ്റൌണിലുള്ള അവരുടെ വീട്ടിലേക്കും മാസച്യൂസെറ്റ്സിലെയും പെൻസിൽവാനിയയിലെയും മറ്റ് സ്ഥലങ്ങളിലേക്കും കടത്തി. അവിടെ നിന്ന് ഈ ശരീരഭാഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വാങ്ങുന്നവർക്ക് അയച്ചു കൊടുത്തു. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം കൊണ്ടും അത് നടന്ന പശ്ചാത്തലം കൂടി കണക്കിലെടുത്തും ഈ കേസ് അതീവ ഗൗരവമുള്ളതാണെന്ന് നിയമപാലകർ പറഞ്ഞു. ഈ ഹീനമായ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് ഉറപ്പാക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ ശിക്ഷാവിധിയെന്ന് FBI ഫിലാഡൽഫിയ ഫീൽഡ് ഓഫീസിലെ സ്പെഷ്യൽ ഏജന്റായ വെയിൻ എ ജേക്കബ്സ് പറഞ്ഞു. ലോഡ്ജ് വിറ്റ പല ശരീരഭാഗങ്ങളും ഒരൊറ്റ ഇടപാടിൽ അവസാനിച്ചില്ല എന്ന് പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്തി. പകരം അവ ലാഭത്തിന് മറ്റുള്ളവർക്ക് വീണ്ടും വിറ്റു. ഇത് മനുഷ്യ ശരീരഭാഗങ്ങൾക്കായുള്ള ഒരു വലിയ കരിഞ്ചന്തയ്ക്ക് കാരണമായി. ഈ ശരീരഭാഗങ്ങൾ വാങ്ങിയവരിൽ പലരും ഇതിനകം ജയിൽ ശിക്ഷ അനുഭവിച്ചു. മറ്റുള്ളവർ ശിക്ഷാവിധി കാത്തിരിക്കുകയാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 120.38 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 90.08 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.79 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.38 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കു പകരം കൊണ്ടുവരുന്ന VBG റാംജി പദ്ധതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റ് പരിസരത്തെ ഗാന്ധി പ്രതിമയ്ക്കരികിൽ നിന്ന് റാലിയായാണ് പ്രതിപക്ഷ MPമാർ കവാടത്തിനരികിലെത്തിയത്. ബിൽ ഇന്ന് ലോക്സഭ പാസാക്കാനിരിക്കെയാണ് പ്രതിഷേധം. ബില്ലിൽ ലോക്സഭയിൽ ഇന്നലെ തുടങ്ങിയ ചർച്ച അർദ്ധരാത്രി വരെ നീണ്ടിരുന്നു. VBG റാംജി ബില്ലും ആണവോർജ ബില്ലും പാർലമെന്റ് സ്ഥിരം സമിതിക്കോ JPCക്കോ അയക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്.
ബില്ലിന്റെ പേര് പഴയതുപോലെ നിലനിർത്തുക, സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ബാധ്യത വരുന്ന വ്യവസ്ഥ ഒഴിവാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കി ഉയർത്തുക തുടങ്ങിയ ഭേദഗതികൾ പ്രതിപക്ഷത്തെ ചില എംപിമാർ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 12 മണി കഴിഞ്ഞതിനു ശേഷം ഗ്രാമീണ വികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി നൽകും. തുടർന്ന് ബിൽ പാസാക്കിയേക്കും. ട്രെയിൻ യാത്രയിൽ നിശ്ചിത അളവിൽ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നതിന് യാത്രക്കാർ പണം നൽകണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അറിയിച്ചു. വിമാനത്താവളങ്ങളിലെ ലഗേജ് നിയന്ത്രണങ്ങൾ ട്രെയിൻ യാത്രക്കാർക്ക് നടപ്പാക്കുമോ എന്ന പ്രഭാകർ റെഡ്ഡി എംപിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നിലവിൽ കൊണ്ടുപോകേണ്ട ലഗേജിന് ക്ലാസ് തിരിച്ചിട്ടുള്ള പരമാവധി പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മന്ത്രി നൽകിയ കണക്കുകൾ പ്രകാരം സെക്കൻഡ് ക്ലാസ്സിൽ 35 കിലോഗ്രാം വരെ സൗജന്യമായി കൊണ്ടുപോകാം. 70 കിലോഗ്രാം വരെയുള്ളതിന് നിരക്ക് ഈടാക്കും. സ്ലീപ്പർ ക്ലാസ്സിൽ 40 കിലോഗ്രാം വരെ സൗജന്യമായും 80 കിലോഗ്രാം വരെ നിരക്ക് നൽകിയും കൊണ്ടുപോകാം. AC 3 ടയർ അല്ലെങ്കിൽ ചെയർ കാർ 40 കിലോ വരെയാണ് സൗജന്യമായി അനുവദിച്ചിരിക്കുന്നത്. AC 2 ടയർ 50 കിലോ സൗജന്യമായി കൊണ്ടുപോകാം. പരമാവധി പരിധി 100 കിലോഗ്രാം വരെയാണ്. AC ഫസ്റ്റ് ക്ലാസ്സിൽ 70 കിലോഗ്രാം വരെ സൗജന്യമായും 150 കിലോഗ്രാം വരെ നിരക്ക് നൽകിയും കൊണ്ടുപോകാം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിഖാബ് വലിച്ചു താഴ്ത്തിയ മുസ്ലിം വനിതാ ഡോക്ടർ നുസ്രത്ത് പർവീൺ ജോലി ഉപേക്ഷിക്കുന്നു. നിയമന കത്ത് കൈപ്പറ്റിയെങ്കിലും അപമാനഭാരം കാരണം ജോലിക്ക് ചേരുന്നില്ല എന്ന നിലപാടിലാണ് ഇവർ. ഈ മാസം 20-ന് ജോലിയിൽ ചേരാനാണ് ഡോക്ടർ നുസ്രത്ത് പർവീണിന് നിയമക്കത്ത് ലഭിച്ചത്. നുസ്രത്തിനെ ആശ്വസിപ്പിച്ച് ജോലിയിൽ ചേരാൻ പ്രേരിപ്പിക്കുകയാണ് കുടുംബാംഗങ്ങൾ. ഡിസംബർ 15-ന് ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമനക്കത്ത് വിതരണ ചടങ്ങിലാണ് നിതീഷ് കുമാർ അപമര്യാദയായി പെരുമാറിയത്. ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനിടെ അവരുടെ നിഖാബ് ഊരിമാറ്റാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയായിരുന്നു. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ മുഖവും ശരീരവും മൂടുന്ന മതപരമായ വസ്ത്രമാണ് നിഖാബ്. ഇതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി നിതീഷ് കുമാറിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മനോനില തകരാറിലായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുത് എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിതീഷ് കുമാറിന്റെ പ്രവൃത്തി നീചമാണെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിതീഷ് കുമാർ നിഖാബ് ഊരാൻ ശ്രമിച്ചത് JDU-BJP സഖ്യത്തിന്റെ സ്ത്രീകളോടുള്ള മനോഭാവമാണെന്ന് RJD വക്താവ് ഇജാസ് അഹമ്മദ് പറഞ്ഞു. താൻ വർഗീയവാദിയെന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP ഒരു മതത്തിനും എതിരല്ല എന്നും ലീഗ് തന്നെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്നതാണ് SNDP നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതസൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പടർത്തുന്ന പാർട്ടിയാണ് ലീഗ്. മാറാട് കലാപം ഉണ്ടായത് അവരുടെ ഭരണകാലത്താണ് എന്നും പിണറായി ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടും അത്തരത്തിലൊരു കലാപം ഉണ്ടായിട്ടുണ്ടോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. കേരളം മതസൗഹാർദ്ദത്തിലാണ് പോകുന്നതെന്നും UDF ഭരണകാലത്ത് മാറാട് കലാപം ഉണ്ടാക്കി എത്ര പേരെയാണ് കൊലപ്പെടുത്തിയതെന്നും വാദം ഉന്നയിച്ച വെള്ളാപ്പള്ളി അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരെ തകർക്കുന്ന നയം വഴി മുസ്ലിം ലീഗ് അധികാരങ്ങളും അവകാശങ്ങളും ഊറ്റിയെടുക്കുകയല്ലാതെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള താല്പര്യം കാണിച്ചില്ല എന്നും കുറ്റപ്പെടുത്തി. മലപ്പുറത്ത് ഒരു കുടിപ്പള്ളിക്കൂടം ഈഴവർക്ക് ഇല്ല എന്ന തന്റെ സമുദായത്തിന്റെ ദുഃഖം പറഞ്ഞു പോയതിനെ എന്തിനാണ് ഇത്ര വേട്ടയാടുന്നതെന്നും ആരോപണം ഉന്നയിച്ചു. മുസ്ലിം ലീഗ് വിളിച്ചപ്പോൾ അവരുടെ കൂടെ നിൽക്കാത്തത് കൊണ്ട് SNDP സംഘടനയിൽ നിന്ന് തന്നെ ചിലരെ ഉപയോഗിച്ച് SNDPക്കെതിരായി നീക്കം നടത്തിയെന്നും എന്നാൽ അത് പൊളിഞ്ഞതിനു ശേഷം തന്റെ വാക്കുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വെള്ളാപ്പള്ളി നടത്തിയത്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മുഖ്യമന്ത്രിയെ കൂടാതെ മുൻമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി CEO KM എബ്രഹാമിനും അയച്ച നോട്ടീസുകളും സ്റ്റേ ചെയ്തു. കിഫ്ബിക്കെതിരായ തുടർ നടപടി സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി ED ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. ED നടപടി നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മുഖ്യമന്ത്രി നോട്ടീസിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഇടപാടായോ നിരോധിത ഭൂമി വാങ്ങലായോ കണക്കാക്കാനാവില്ല. വികസനത്തിന് ഭൂമി അത്യാവശ്യമാണെന്നും RBI മാർഗനിർദ്ദേശങ്ങൾ കിഫ്ബി ലംഘിച്ചിട്ടില്ല എന്നും ഹർജിയിൽ വിശദീകരിച്ചിരുന്നു. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ED കിഫ്ബിക്കും മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രഹാം എന്നിവർക്കും നോട്ടീസ് അയച്ചത്. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നവംബർ അവസാനം നോട്ടീസ് നൽകിയത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ പ്രേരിതമായാണ് ED നടപടിയെന്ന് CPM ആരോപിച്ചിരുന്നു. 160 യാത്രക്കാരുമായി കരിപ്പൂരിലേക്ക് പോയ വിമാനത്തിന് നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം IX-398 ആണ് വഴിതിരിച്ചുവിട്ട് കൊച്ചിയിൽ ഇറങ്ങിയത്. വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചുവെന്ന് പിന്നീട് നടന്ന പരിശോധനയിൽ കണ്ടെത്തി.
ലാൻഡിംഗ് ഗിയറിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലേക്ക് അടിയന്തര ലാൻഡിംഗിന് വിമാനം ശ്രമിച്ചത്. ജിദ്ദ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫിനിടെ ടയറിൽ പറ്റിപ്പിടിച്ച വസ്തുവാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വസ്തു എന്താണെന്നും മറ്റുമുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതേ ഉള്ളൂ എന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. 160 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. 9:07 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി സിയാൽ അറിയിച്ചു. ലാൻഡിംഗിനു ശേഷമുള്ള പരിശോധനയിലാണ് ടയറുകൾ പൊട്ടിത്തെറിച്ചത് കണ്ടെത്തിയത്. ബാഗേജുകൾ വിട്ടുകൊടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും അതിനുശേഷം ഇവരെ റോഡ് മാർഗം കരിപ്പൂരിൽ എത്തിക്കുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. അടിയന്തര ലാൻഡിംഗിന് ശ്രമിച്ചതോടെ വിമാനത്താവളത്തിൽ CISF, അഗ്നിരക്ഷാ സേന തുടങ്ങിയ വിഭാഗങ്ങൾ സജ്ജരായി നിന്നിരുന്നു. എന്നാൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനായി. അടിയന്തര സാഹചര്യം ഒഴിവായ ആശ്വാസത്തിലാണ് വിമാനത്താവള അധികൃതർ. ജിദ്ദയിൽ നിന്നുള്ള വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗിനെ തുടർന്ന് റൺവേ അടച്ചിടേണ്ടി വന്നതുകൊണ്ട് ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് കൊച്ചിയിൽ 9:20 ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനം മധുരയിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്ന് സിയാൽ അറിയിച്ചു. ശ്രീലങ്കൻ എയറിന്റെ ഫ്ലൈറ്റ് നമ്പർ UL-165 ആണ് മധുരയിലേക്ക് തിരിച്ചുവിട്ടത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20 ഉപേക്ഷിച്ചു. ലക്നൌ ഇക്കാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന മത്സരം കടുത്ത മൂടൽമഞ്ഞിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. ടോസ് പോലും ഇടാൻ സാധിക്കാതെ വന്നതോടെയാണ് മത്സരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി അമ്പയർമാർ അറിയിച്ചത്. 6 തവണ പരിശോധന നടത്തിയിട്ടും സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്ന് അമ്പയർമാർ വ്യക്തമാക്കുകയായിരുന്നു. 6:50, 7:30, 8, 8:30, 9, 9:25 എന്നീ സമയങ്ങളിലായിരുന്നു പരിശോധന. മൂടൽമഞ്ഞിനെ തുടർന്ന് ഗ്രൗണ്ടിൽ വിസിബിലിറ്റി തീരെ കുറവായിരുന്നു. പിച്ചിൽ നിന്ന് ബൗണ്ടറി ലൈൻ ഉൾപ്പെടെ കാണാൻ സാധിക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് മത്സരം നടക്കില്ല എന്ന് ഉറപ്പായത്. 4ാം T20 മുന്നോടിയായി ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ടീമിൽ നിന്ന് പുറത്തായിരുന്നു. കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ശുഭ്മാൻ ഗിൽ പ്ലേയിങ് 11-ൽ ഉണ്ടാകില്ല എന്ന് ടീം മാനേജ്മെന്റ് അറിയിച്ചു. അതേസമയം ഗില്ലിനു പകരം ആരാണ് ടീമിൽ ഉണ്ടാവുക എന്ന് വ്യക്തമായിരുന്നില്ല. സഞ്ജു സാംസൺ ഓപ്പണർ ആകാനായിരുന്നു സാധ്യത. മത്സരം ഉപേക്ഷിച്ചതോടെ പരമ്പരയിൽ ആദ്യമായി കളിക്കാൻ ലഭിച്ചേക്കുമായിരുന്ന അവസരമാണ് സഞ്ജുവിന് നഷ്ടമായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ തൊഴിലില്ലായ്മ രൂക്ഷം. തൊഴിലില്ലായ്മ നിരക്ക് 5 വർഷത്തിനിടെ ഉയർന്ന നിരക്കിലേക്ക്. ഒക്ടോബർ വരെ 3 മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നത് 5.1%. ലേബർ സർക്കാരിന് വൻ തിരിച്ചടി. UK-യിൽ റെസിഡന്റ് ഡോക്ടർമാർ 5 ദിവസത്തെ പണിമുടക്കിന് തുടക്കം കുറിച്ചു. സർക്കാരിന്റെ അഭ്യർത്ഥനകൾ തള്ളിയ ഡോക്ടർമാരുടെ പണിമുടക്കിൽ കടുത്ത സമ്മർദ്ദത്തിലായി NHS. 60,000-ഓളം ഓപ്പറേഷനുകളും അപ്പോയിന്റ്മെന്റുകളും ഈ ആഴ്ച മുടങ്ങും. UK മലയാളികൾക്ക് നല്ല കാലം. ബ്രിട്ടീഷ് പൗണ്ടിന് ഇന്ത്യൻ കറൻസി രൂപയ്ക്കെതിരെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത വിധം കുതിച്ചുചാട്ടം. പൗണ്ടിന് 121 രൂപ എന്ന സർവകാല റെക്കോർഡ് നേട്ടം. നാട്ടിലേക്ക് പണം അയക്കാൻ തിരക്ക് കൂട്ടി UK മലയാളികൾ. പൗണ്ടിന്റെ കുതിപ്പിന് സഹായകമായത് ബ്രിട്ടനിലെ സാമ്പത്തിക മികവിനേക്കാൾ അന്താരാഷ്ട്ര ഘടകങ്ങൾ. ബ്രിട്ടനിൽ വീട് വിലയിൽ 4% വരെ വർധനവുണ്ടാകും. വേതന വർധന തുടർന്ന് മോർട്ട്ഗേജ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. മോർട്ട്ഗേജ് പ്രക്രിയയിൽ വരുത്തുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ 2026 മാർച്ചിൽ ആരംഭിക്കും. ആദ്യ വീട് വാങ്ങുന്നതിനായി എടുത്ത ശരാശരി മോർട്ട്ഗേജ് 2,10,800 പൗണ്ട്. UK-യിൽ നെറ്റ് മൈഗ്രേഷൻ ലേബർ പാർട്ടിക്ക് തലവേദനയാകുന്നു. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുമെന്ന ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം പാഴ്വാക്കായി. നിലവിൽ നെറ്റ് മൈഗ്രേഷൻ 3 ലക്ഷമായി ഉയർന്നു. കുടിയേറ്റം വർദ്ധിക്കുമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സൺ പ്രൊഫസർ ബ്രിയാൻ ബെൽ. US സൈനികർക്ക് പ്രത്യേക ലാഭവിഹിതം പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓരോ സൈനികനും $1,776 വീതം നൽകും. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രത്യേക ലാഭവിഹിതം ലഭിക്കുന്നത് 14.5 ലക്ഷത്തിലേറെ സൈനികർക്ക്. പാകിസ്ഥാനോട് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള സമ്മർദ്ദം കൂടുതൽ മുറുക്കി ഡൊണാൾഡ് ട്രംപ്. സൈന്യത്തെ അയച്ചാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രതിഷേധം. VBG റാംജി പദ്ധതിയിൽ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് ലോക്സഭ പാസാക്കാനിരിക്കെ VBG റാംജി ബില്ലും ആണവോർജ ബില്ലും പാർലമെന്റ് സ്ഥിരം സമിതിക്കോ JPCക്കോ അയക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി. മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിഖാബ് വലിച്ചു താഴ്ത്തിയ മുസ്ലിം വനിതാ ഡോക്ടർ നുസ്രത്ത് പർവീൺ ജോലി ഉപേക്ഷിക്കുന്നു. ജോലിക്ക് ചേരാത്തത് അപമാന ഭാരം കാരണം. മനോനില തകരാറിലായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുതെന്ന് പ്രതിപക്ഷം. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. തോമസ് ഐസക്കിനും KM എബ്രഹാമിനും അയച്ച നോട്ടീസുകൾക്കും സ്റ്റേ. ED നടപടി നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മുഖ്യമന്ത്രി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.